ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഐസ് ഫാക്ടറികൾ അടച്ചുപൂട്ടൽ പ്രതിസന്ധി നേരിടുകയാണെന്നും ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്നും സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 1992 കാലഘട്ടങ്ങളിൽ നമ്മുടെ ലീഡർ അദ്ദേഹം നമ്മളെ വിട്ടുപോയി പിരിഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കർണാടക ഗവൺമെന്റിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റിയിൽ ഒട്ടനവധി ആനുകൂല്യം കൊടുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ കണ്ടമാനം വ്യവസായങ്ങൾ വരികയും അന്ന് തീരദേശ മേഖലയിൽ 1000-ൽ പരം ഫാക്ടറികൾ പെട്ടെന്ന് തുടർച്ചയായി വ്യവസായങ്ങൾ വരികയും അതിനോടനുബന്ധിച്ച് അന്ന് മത്സ്യമേഖല ലഭ്യമായതിനാൽ നല്ല രൂപത്തിൽ ഈ വ്യവസായങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 കയറ്റുമതി വ്യവസായങ്ങളും 100-ൽ പരം ഫീഡിംഗ് ഷെഡുകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതിന് ഇപ്പോൾ അതിന്റെ വളരെ വിഷമതയിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പോകുന്നത്. കേരള സ്റ്റേറ്റ് ഐസ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ 18ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 20-ന് സമുദ്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. സമ്മേളനത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, MP MK രാഘവൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് എന്നിവരും കൗൺസിലർമാരും മറ്റ് ഉദ്യോഗസ്ഥ പ്രതിനിധികളും പങ്കെടുക്കും. സർക്കാർ ഐസ് പ്ലാന്റുകൾക്ക് മുൻഗണനയൊന്നും നൽകുന്നില്ലെന്നും കാർഷിക മേഖലയ്ക്ക് ചെയ്യുന്നത് പോലെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും ഇലക്ട്രിസിറ്റി ആനുകൂല്യങ്ങളും ഈ മേഖലയിലേക്കും നൽകണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് N രാജേന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി MK പ്രേമാനന്ദൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എലത്തൂരിന് സമീപം കോരപ്പുഴ അഴിമുഖത്ത് മണൽ അടിഞ്ഞു കൂടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. സ്ഥലം MLA മന്ത്രി